എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. ഇന്ന് നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരു കഥയാണ്. ഒരിക്കലൊരു പിതാവ് തൻ്റെ കുഞ്ഞു മകനുമൊത്ത് ഒരു ഷോപ്പിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മകൻ മിഠായിക്ക് വേണ്ടി വാശി പിടിച്ചു. അപ്പനും ഷോപ്പുടമയും ഒരുപോലെ പറഞ്ഞു, കുഞ്ഞെ, ഈ മിഠായി കുപ്പിക്കകത്ത് നിന്ന് മോൻ ആവശ്യമുള്ളത് വാരിയെടുത്തോളൂ. കുഞ്ഞു വാശി പിടിച്ചു, അപ്പൻ തന്നെ അത് വാരിത്തരണം. വീണ്ടും ഷോപ്പുടമയും ആ പ്രിയപ്പെട്ട പിതാവും പറഞ്ഞു, കുഞ്ഞ് തന്നെ വാരിയെടുത്താൽ മതി. കുഞ്ഞ് വീണ്ടും വാശി പിടിച്ചു, അപ്പൻ തന്നെ അത് വാരിത്തരണം. അങ്ങനെ അവസാനം ഈ പ്രിയപ്പെട്ട പിതാവ് കുഞ്ഞിന് വാരിക്കൊടുത്ത് അവന് സംതൃപ്തിയായി. അവരിരുവരും കൂടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ മകനോട് ചോദിച്ചു, കുഞ്ഞെ, മോൻ എന്തിനാ അപ്പൻ തന്നെ വാരിത്തരണമെന്ന് വാശി പിടിച്ചത്? മോനങ്ങ് ആ കൈകൊണ്ട് വാരിയാൽ പോരായിരുന്നോ? കുഞ്ഞു പറഞ്ഞ മറുപടിയാണ് ഇവിടെ ശ്രദ്ധേയം. എൻ്റെ കൈ കുഞ്ഞു കൈയല്ലേ, ഞാൻ അതുകൊണ്ട് വാരിയാൽ എനിക്ക് അല്പം മിഠായിയല്ലേ കിട്ടത്തുള്ളൂ. അപ്പൻ്റെ കൈ വലുതല്ലേ, അപ്പൻ അതുകൊണ്ട് വാരിത്തന്നാൽ എനിക്ക് ഒത്തിരി മിഠായി കിട്ടും. ഇവിടെ ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യരെന്നും സ്വന്തം കൈകൾ കൊണ്ട് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഇന്നും ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൊണ്ട് നമുക്ക് വാരി കിട്ടാൻ ആഗ്രഹിക്കണം. അവൻ നൽകുന്നതെന്തും സ്വീകരിക്കാൻ ആഗ്രഹിക്കണം. അവൻ തരുന്ന നല്ല ദാനങ്ങളാണ് എല്ലാം എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ വാരി വിതറി കൊടുക്കുന്നവനാണ്. അവൻ്റെ കൈകൊണ്ട് വാരി തന്നാൽ മാത്രമേ നമുക്ക് തൃപ്തിയാകുകയുള്ളൂ. അതുകൊണ്ട് ലോകത്ത് നിന്നും നമ്മുടെ കരം കൊണ്ട് വെട്ടിപ്പിടിക്കുകയല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൊണ്ട് വാരി വിതറി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എത്ര ഈ ഉലകത്തിൽ ഞങ്ങളുടെ കരം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചാലും അപ്പൻ വാരി വിതറി നൽകാതെ ഞങ്ങൾക്ക് തൃപ്തിയാകില്ല എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവേ, നീ അവിടുന്ന് ഞങ്ങൾക്കെല്ലാം നൽകുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു വലിയ സ്വർഗീയ ഭണ്ഡാരം നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവമക്കളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.